Hi friends. ഇന്നത്തെ സാരി വീഡിയോയിൽ നമ്മൾ രണ്ട് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഫാബ്രിക് രണ്ടെണ്ണമാണ്, പാറ്റേൺ 3-4 ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതായത് ഒന്ന് സെമി ടസർ ഫാബ്രിക്കിലേക്ക് വരുന്നു, ഒന്ന് നമ്മുടെ സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് ആണ് വന്നിരിക്കുന്നത്. സെമി ടസർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മൾ എനിക്ക് വന്ന് വീക്ക്ലി എന്ന് പറഞ്ഞ പോലെ അതിൽ കൂടുതലും വീഡിയോസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഡിഫറെൻറ്റ് പാറ്റേൺസ് കാരണം കാഷ്വൽ വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അതിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഇതുപോലെ ഞാൻ വേറെ എത്തിക്കുന്ന ആ ഒരു സെമി ടസർ ഫാബ്രിക്കിൽ വരുന്ന സാരി തന്നെയുണ്ടോ, ഭയങ്കര ഡ്രൈപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈസിയാണ്. അതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കും. പ്രത്യേകിച്ച് ഓഫീസ് ഗോയിങ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് വർക്കിംഗ് വുമൻസിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സെമി ടസർ സാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഇന്ന് രണ്ട് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു കോൺട്രാസ്റ്റ് വരുന്ന ബോർഡറും പല്ലു പോർഷനും വരുന്നത്, പിന്നെ നമുക്ക് സെൽഫായിട്ട് വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സെമി ചന്ദേരി സിൽക്കിൽ ഷിബോരി പ്രിന്റ് നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബനാറസി ബുട്ടാസും വീവിംഗ് പാറ്റേണും ഒക്കെ വരുന്നത്, അതും സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്ന സെമി ചന്ദേരി സിൽക്ക് ആട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവെണ്ണയാണ്. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്ത ഈ ഒരു സെയിം ആട്ടോ. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇപ്രാവശ്യത്തിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ത്രെഡിൻ്റെ ഒരു ബുട്ടാസും വീവിംഗ് പാറ്റേണും ആയിട്ടാണ് ബോഡി പോർഷൻ വരുന്നത്. ഒരു ബ്രൗണിൻ്റെ ഒക്കെ ഷെയ്ഡാണ്, പക്ഷേ റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡും അതുപോലെ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ആ ഒരു കളറാണ് ഒരു പേസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്, സോഫ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈപ്പ് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ്. ഡ്രൈപ്പ് ചെയ്യാനാണെങ്കിൽ ഈസിയാണ്. ആ ഒരു വർക്കിംഗ് വുമൻസിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷനിൽ ഇതുപോലെ ത്രെഡിൻ്റെ വീവിംഗ് പാറ്റേൺ സിൽവറും അതുപോലെ തന്നെ സെയിം കളർ ത്രെഡ് വീവ്സ് വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1195 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു പീച്ചും അതുപോലെ തന്നെ ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനും ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇപ്രാവശ്യത്തെ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ത്രെഡിൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന വീവിങ്ങും ഒക്കെ ആയിട്ടാണ് ബോഡി പോർഷൻ വരിക. അതുപോലെ തന്നെ പല്ലുവിൽ സിൽവർ കളർ ത്രെഡ് വീവ്സ് വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. 1195 പ്രൈസ് റേഞ്ചിലേക്ക് വരും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ്, അതിലേക്ക് ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ്. ഉള്ള അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ്. 1195. എല്ലാം കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ ആണ്, ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് ഒരു ഗ്രീൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം പ്രൈസും സെയിം ഫാബ്രിക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ എനിക്കൊന്ന് ഈ ഒരു യെല്ലോ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ നമുക്ക് അധികം സെമി ഡ്രസ്സിൽ കാണാത്തൊരു കളർ കോമ്പിനേഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകാർക്കാണെങ്കിലും ചേരുകയും ചെയ്യും. 1195 പ്രൈസ് റേഞ്ചിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന പിങ്ക് ആണ്. പിങ്കിൽ പ്രാവശ്യം നമുക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബെയ്ജ് ആണ് ബോഡി പോർഷനിൽ വരിക. നമ്മുടെ ബോർഡേഴ്സിലേക്കാണ് ഈ ഒരു പിങ്കിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. പിങ്ക് ബ്ലൗസും ഒക്കെ ആയിട്ട് പെയർ ചെയ്യുമ്പോഴത്തേനും സൂപ്പർ ലുക്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിക്കേ, ഒരു പർപ്പിൾ ടച്ച് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ്. അതിലേക്ക് ഓറഞ്ച് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഇതിൻ്റെ ആ ഒരു ബുട്ടാസ് ആണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ചെറിയ റെക്ടാങ്കിൾ ഷേപ്പിൽ ത്രെഡിൻ്റെ തന്നെ ബുട്ടാസും മറ്റൊരു വീവിംഗ് പാറ്റേണും വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഒരു ഓറഞ്ച് കോമ്പിനേഷനാണ് ഇതിൻ്റെ നമ്മുടെ പല്ലു പോർഷനിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പല്ലുവിലെ ഡിസൈനിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട്, കാരണം നമ്മുടെ കളർ ചാർട്ട് നമ്മുടെ ഡ്രസ്സിലെ കളക്ഷൻസിൽ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ വളരെ റയർ ആയിട്ടാണ് ഉണ്ടാകുക. നെക്സ്റ്റ് ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനാണ്. ഇതൊരു സെക്കൻഡ് പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു റെക്ടാങ്കിൾ ബുട്ടാസും അതുപോലെ തന്നെ വീവിങ്ങും ഒക്കെ ആയിട്ട് വരും. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട്. 1195 നല്ല വർത്തായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നോക്കി ഒരു റെഡും ഗ്രീനിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. ബോഡി പോർഷൻ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരിക. കോൺട്രാസ്റ്റ് ആണ് എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈം നല്ല സൂപ്പറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു പിങ്ക് ബ്ലൂ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടിട്ട് അത്രയധികം സൂപ്പറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. 1195 പ്രൈസ് റേഞ്ചിലേക്ക്. ലാസ്റ്റ് ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രേയും സെമൻ ഗ്രേ ആണ്. അതിലേക്ക് ഒരു മെറൂൺ കോമ്പിനേഷനുമായിട്ടാണ് വരിക. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 1195 പ്രൈസ് റേഞ്ചിൽ. അടുത്തത് വരുന്ന സെൽഫായിട്ടുള്ള സാരീസാണ്. ഇതും സെമി ടസറാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് പാറ്റേണിൽ കണ്ട ആ ഒരു വീവിങ് പാറ്റേണൊക്കെയാണ് ഇത് വരുന്നത്. റെക്ടാങ്കിൾസും അതുപോലെ മോട്ടീവ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ത്രെഡിൻ്റെ തന്നെ ബുട്ടാസ് വരുന്നുണ്ട്. ബോർഡർലെസ് കൺസെപ്റ്റിൽ വന്നിരിക്കുന്നതാണ്. സെയിം കളർ ത്രെഡ് വീവ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് സെയിം കളർ പ്ലെയിൻ വരും. 1195 തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
അടുത്തതിൻ്റെ ഒരു മെറ്റാലിക് ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത്. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊക്കെ നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പ്യുവർ ടസറാണോ സെമി ടസറാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് പ്യുവറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫോമിൽ നല്ല അടിപൊളിയായിട്ടുള്ള സാരി, സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. 1195 പ്രൈസ് റേഞ്ചിലേക്ക്. അടുത്ത് വൈൻ ടോൺ ആണ്, സെയിം പാറ്റേണിൽ തന്നെ കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, മോട്ടീവ്സിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ്. കളേഴ്സാണ് മെയിനായിട്ട്. 3 പാറ്റേൺസ് നമ്മൾ പ്രാവശ്യം കാണിക്കുന്നുണ്ട്. കോൺട്രാസ്റ്റിൽ തന്നെ 2 പാറ്റേണും അതുപോലെ തന്നെ സെൽഫിൽ ഒരു പാറ്റേണുമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ്. സെയിം പാറ്റേൺ ആട്ടോ. ബ്ലാക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അതിൽ ആ ഒരു മോട്ടീവ്സ് ആണെങ്കിലും ബുട്ടാസൊക്കെ ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് വരും. 1195 റേറ്റിലേക്ക്. അടുത്തത് ഈ ഒരു പിങ്കിൻ്റെ ഷെയ്ഡാട്ടോ. പിങ്ക് വരുമ്പോഴത്തേനും നമ്മുടെ ഫേസിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഫെയർനെസ് കിട്ടുന്നൊരു പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡ് ഔട്ട്ലുക്ക് വരുന്നത്. അതുപോലെ 1195 റേറ്റ് വരുന്നത്. അടുത്തത് 1980 നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഒരു സെമി ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ബോഡി ഹഗ്ഗിങ് ആയിട്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ അടിപൊളിയായിട്ടോ നല്ല ലുക്ക് കിട്ടുന്നൊരു സാരിയാണ്. അതിലേക്ക് ഷിബോരി പ്രിൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ബർഗൻഡി കോമ്പിനേഷൻ. പിന്നെ ഒത്തിരി പേര് ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നതാണ് വീതി കുറഞ്ഞ ബോർഡേഴ്സ്. അപ്പോൾ ഇതിലും ചെറിയ ഒരു വീവിംഗ് ഒക്കെ ആണെങ്കിലും ചെറിയ ബോർഡേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് കോൺട്രാസ്റ്റ് കളറാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബുട്ടാസ് വരുന്ന കോൺട്രാസ്റ്റിൽ തന്നെ ചെറിയ ബനാറസി ബുട്ടാസ് വരുന്ന ബ്ലൗസ് പീസ് വെയർ ചെയ്തിട്ടുണ്ട്. 1980 പ്രൈസിലേക്ക് വരും. നെക്സ്റ്റ് ഇതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത്. ഗ്രീനാണ് ഷെയ്ഡ് വരിക. ഗ്രീനിൽ തന്നെ ലൈറ്റും ഡാർക്കും ആ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷനിൽ ഷിബോരി പ്രിൻറ്റ് വരും. ഡാർക്ക് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷനാണ് ബോർഡർ പോർഷനിൽ വന്നിരിക്കുന്നത്. പല്ലും അതുപോലെ ബ്ലൗസ് പീസിൽ നേരത്തെ കാണിച്ചത് ബുട്ടാസ് വരും. 1980 റേറ്റിലേക്ക്. വീണ്ടും ഒരു ഗ്രീനാണ്, ശരിക്കും തളിരില ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിലും ആ ഒരു ലീഫി ഗ്രീൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് പല്ലു പോർഷൻ വരും. അടുത്തത് റെഡ് ആൻഡ് മെറൂൺ കളർ, പിങ്കിഷ് റെഡാണ്. അതിലേക്കൊരു മെറൂണിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. കളർ കോമ്പിനേഷൻസ് മാത്രമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി. ഈ ഒരു വൈറ്റിനൊക്കെ അതിൽ തന്നെ ഡാർക്ക് ലൈറ്റ് ടോൺ കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. 1980 റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ്. അതിലും ഈ പറഞ്ഞ പോലെ ചെറിയ ലൈറ്റ് ഡാർക്ക് ടോൺസിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. അടുത്ത നമ്മുടെ ബനാറസി സാരീസ് ആട്ടോ. ബനാറസി സാരീസും ഈ പറഞ്ഞ പോലെ തന്നെ പല ബുട്ടാസ് വരുന്നതും പല കളേഴ്സും കോമ്പിനേഷൻസ് വരുന്ന കളേഴ്സും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇതും ഫാബ്രിക് വരുന്നത് സെമി ചന്തേരി സിൽക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. അതിൽ വന്നിരിക്കുന്ന കളേഴ്സ് ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഇതുപോലെ ഇതിൽ നമുക്ക് സെൽഫാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതായത് ബോഡി പോർഷനിൽ കുഞ്ഞുഞ്ഞ് ബനാറസി ബുട്ടാസ്, ബോർഡർ പോർഷനിലേക്ക് തന്നെ ബനാറസിയുടെ തന്നെ വീവിങ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലുവിലും നല്ല തിക്കായിട്ട് ആ ഒരു ബനാറസി വീവിങ് തന്നെ വരും. ബ്ലൗസ് പീസ് സെയിം കളർ പ്ലെയിൻ ആണ് വരിക. സ്ലീവ് എൻഡിലേക്ക് ചെറിയൊരു ബോർഡർ പോർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. അടുത്ത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത്. സെയിം പാറ്റേണിലേക്കാട്ടോ വന്നിരിക്കുന്നത്. കളേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. 1 ലെയർ ആയിട്ടോ പ്ലീറ്റ്സ് ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു റസ്റ്റി ഷെയ്ഡ് എനിക്കൊന്ന് വളരെ റെയറായിട്ടാണ് ഈ ഒരു റസ്റ്റി കളറിലൊക്കെ നമുക്ക് ബനാറസി സാരീസ് വരുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡുമായിട്ടാണ്. അടുത്ത് വരുന്നത് ബർഗൻഡി ഷെയ്ഡിലേക്കാണ്. കുഞ്ഞു കുഞ്ഞ് ആ ഒരു ബുട്ടാസ് ആട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോൺട്രാസ്റ്റിൽ ഒത്തിരി സാരീസ് ബനാറസി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ഒത്തിരി പേര് ചോദിക്കുന്നൊരു ഐറ്റമാണ്. അതിൽ നല്ല നല്ല ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. അടുത്തത് ഗ്രീൻ്റെ തന്നെ 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ബട്ടർ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ ഒരു 1980 റേറ്റിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഈ ഒരു വൈൻ ടോൺ ആണ്. അടുത്തത് നേവി ബ്ലൂ. ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടും ക്യാഷ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 1980 പ്രൈസ് റേഞ്ചിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.